രാവിലെ എണീറ്റ് വന്നപ്പോഴും നല്ല മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. തലേദിവസം കണ്ട സ്വപ്നത്തിൻ്റെ ഹാങ് ഓവർ ആവാം, ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷം ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. ഈ ഒരു കമ്മൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? ഞാൻ ചന്തയ്ക്കകത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടേ. നേരെ വിട്ടത് ചേച്ചിയുടെ അടുത്താണ്. കുറച്ച് തുണി അടിച്ച് വാങ്ങാനുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ സിറ്റിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയാണെങ്കിൽ പണി കിട്ടാതിരിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ടാണ് കേട്ടോ ഗൈസ് പോയിട്ടുണ്ടായിരുന്നത്. വഴിക്ക് വെച്ച് പണി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നേണ്ടി വരത്തില്ലേ. അവിടെ നിന്ന് നേരെ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഈ ഒരു കാറ് കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ എൻ്റെ ഈശോയെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മുതലിനെ ഞാൻ ജീവനോടെ കാണുന്നത്. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ പേരറിയാമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴക്കൂട്ടത്തുള്ള തനിമ ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് സ്നേഹയ്ക്കാണെങ്കിൽ ബോട്ടോക്സും ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുടി ചുരുണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒരു വർഷത്തെ ഒരു ഗ്യാരണ്ടി അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവൾക്കൊരു 6 മാസം കൂടെ നീട്ടിക്കിട്ടി എന്ന് വേണം പറയാൻ. ഇപ്പോഴാണ് നല്ല വീണ്ടും ചുരുണ്ട് വരുന്നത്. അവളുടെ മുടി നേരത്തെ നല്ല ചുരുണ്ട മുടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല എങ്കിലും ലാസ്റ്റ് താഴത്തുള്ള മുടി കട്ട് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നാണ്. പിന്നെ ഞാൻ അവിടെ വെറുതെ പോസ്റ്റല്ലേ, അങ്ങനെ ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തീറ്റാക്കുടി ഇടയ്ക്ക് അവൾ വന്നപ്പോൾ അവൾക്കും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് 3-4 മണിക്കൂർ ഞാൻ കട്ട പോസ്റ്റായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് അടിക്കാതെ എത്ര സമയം വേണമെങ്കിലും എനിക്ക് അറിയാം. ഒരു നിമിഷം പോലും സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റൂല കേട്ടോ. കാരണം ഫുൾ ടൈം ബ്ലാ 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 ആയതുകൊണ്ട് എനിക്ക് നാക്ക് പോലും കഴിക്കത്തില്ല. എങ്കിലും ഞാൻ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ട് 7 മണി വരെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 7 മണിയൊക്കെ ആയപ്പോൾ അവളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നേ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് ചുരുണ്ട മുടിയെക്കാട്ടിൽ സ്ട്രൈറ്റ് മുടി നന്നായിട്ട് ചേരും. അങ്ങനെ ഞാൻ അവളുമായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പെണ്ണിനാണെങ്കിൽ ഒടുക്കത്തെ നാണമായിരുന്നു. വീഡിയോ മാത്രമല്ല, കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഏറ്റവും അടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്ന കേസ്. അപ്പോൾ ഇന്നത്തെ പ്രയാണം ഇവിടെ അവസാനിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. താങ്ക് യു.